ഇസ്രായേലിലെ ഈസ്റ്റർ പത്രം ഒരു വർഷം മുൻകൂറായി ഒന്ന് കാണിക്കണം. ദൈവം ചോദിച്ചാൽ എന്തിനാ? ഞാൻ കുറേ ഷെയർ എടുത്തിട്ടുള്ളത് 2017 അതിന് വില കൂടുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധിച്ചപ്പം ദൈവം പത്രം കാണിച്ചു. ഇവൻ നോക്കിയപ്പം 2000 മേടിച്ച ഷെയറിന് 2017 2000-ൻ്റെത് 4000, 3000-ൻ്റെത് 6000, 500-ൻ്റെതിന് 2000. ഇയാളോർത്തു ഈ ഷെയറെല്ലാം മേടിച്ച് 2017 ഏപ്രിൽ 17 ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനവാനായിട്ട് മാറും. അങ്ങനെ ത്രില്ലടിച്ച് വായിച്ചു വരുമ്പോൾ പത്രത്തിൽ അവന് പരിചയമുള്ള ഒരു മുഖം ശ്രദ്ധിച്ചു നോക്കിയപ്പം അവന് തന്നെ മുഖം. അതിന് കീഴെ എഴുതിയിരിക്കുന്നു 41-ാം ചരമദിനം. എല്ലാത്തിലും പോയി. അപ്പം നമുക്കറിയാം മരണം സുനിശ്ചിതം, സമയം അനിശ്ചിതം. എങ്കിലും അപ്പുറത്തൊരു ജീവിതം, അതാണ് വിശ്വാസം. അതുകൊണ്ടല്ലേ മെഡിക്കൽ സയൻസ് പറയും 7-ാം വർഷം ജീവകോശങ്ങൾ പുതുക്കി സൃഷ്ടിക്കപ്പെടും. നാഡി ഞരമ്പുകളിൽ, രക്തധമനികളിൽ, ജീവകോശങ്ങളിൽ 7-ാം വർഷം ഒരു പുതുജന്മം. 10-ാം വർഷം സ്വഭാവത്തിൽ ഒരു മരണം, ഒരു പുതുജന്മം. 10 വർഷം കൂടുമ്പോൾ സ്വഭാവത്തിലൊരു മാറ്റം, ഒരു പുതുജന്മം. അതുകൊണ്ടാണ് ചിന്തകന്മാർ പറയും മനുഷ്യൻ്റെ ആയുസ് 10 കാലങ്ങളാണ്. കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കാലങ്ങൾ വളരെ വേഗം കടന്നു പോകും. കുളി 1, 1 വയസ്സ് മുതൽ 5-6 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കുളിച്ചോണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്ക വെള്ളം, കഞ്ഞി വെള്ളം, കാടി വെള്ളം, ഓസിലെ വെള്ളം, ഓടലെ വെള്ളം, ഓലിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുളിക്കുക. വയറെ സോപ്പ് തേച്ച് പതയ്ക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. ചില കൊച്ചുപിള്ളേരെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ വയറേലിങ്ങനെ പതച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ത്യയിൽ പറയാറുണ്ട്, ഇന്ത്യയിൽ മൊത്തം സ്വസ്ഥത വേണം, മധ്യപ്രദേശിൽ സമാധാനം വേണം എന്നാണ് പറയുക. മുതിർന്ന ആൾക്കാരും ഏറ്റവും ആസ്വദിക്കുന്നത് വയറെ സോപ്പ് തേച്ച് കുളിക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകൾ മസ്ത് മസ്ത് ഹേ, മുസ്തഫ മുസ്തഫ, മന്മദ റാസ ഇവിടെ തിരുമിക്കുകയാണ്. അപ്പോൾ കുളി 1, കളി 10 വയസ്സായി പിന്നെ കളിക്കാനോട്ടോ. കുടുകുടു, കുറ്റിപ്പന്ത്, ഞൊണ്ടിക്കളി, അക്കുകളി, വട്ടുകളി, കിളികളി, ക്രിക്കറ്റ് കളി, കളിയോട് കളി. കളി 10. എന്ത് 20 വയസ്സാകുമ്പോൾ ചോദ്യം ചെയ്യും, എന്നാ പള്ളി, എന്നാ പട്ടക്കാര്, എന്നാ പ്രാർത്ഥനയാണ്, എന്തോ ധ്യാനമാണ്. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പം ചെറുപ്പക്കാർ, ആമ്പിള്ളാർ പള്ളിയുടെ പുറത്തുള്ള മതിലേലിങ്ങനെ ഇരിക്കും. ഞാൻ വഴക്ക് പറയും, കയറിപ്പോടാകത്തോട്ട്. അമ്മരും എൻ്റെ അച്ഛ അകത്തി എന്നാൽ അച്ഛൻ്റെ ഉണക്കപ്രാർത്ഥന. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജീവിക്കുന്ന പ്രാർത്ഥനകൾ നടന്നു പോകുന്ന കാണാം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് 20. മുറി 30 വയസ്സായോ വെട്ടൊന്ന് മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും, ആരും ഞങ്ങളെ കൂട്ടാനും കുടിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട. ഞങ്ങൾ പറയും കേട്ടോണ്ടാൽ മതി. മുറി 30. നെറി 40 വയസ്സായോ നേരിനെ കുറിച്ചുള്ള അറിവ്, നെറി 40. ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് കുറയും, രക്തത്തിന് തിളപ്പ് ഒന്നായും, ഭാര്യ ഭർത്താവിനെ ഒന്ന് അമക്കും, ഭർത്താവ് ഭാര്യയെ ഒന്ന് ഒതുക്കും, മക്കൾ മാതാപിതാക്കളെ ഇരുത്തും, ഒരു മാറ്റം വരുന്നു. നെറി 40. വെറി 50, വെറിവ്, വിവരം വെക്കുന്നത് 50 വയസ്സാകുമ്പോഴാണ്. 50 ആകുമ്പോൾ ദൈവമേ ആയുസ്സിൻ്റെ പകുതി കഴിഞ്ഞു, ഇനി ഇത്രയും കാലമില്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം, ഒരു വീണ്ടും വിചാരം. വെറി 50. ചൊറി 60 കഴിയുമ്പോഴാണ് കാരണവന്മാർ മക്കളോടും മക്കളുടെ മക്കളോടും ഒരു കാര്യമില്ലാതെ വെറുതെ ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുന്നത് 60 കഴിയുമ്പോഴാണ്. ആവശ്യമില്ലാത്ത കമൻറ്റുകളും വർത്തമാനങ്ങളും. തെറി 70 വയസ്സായോ കുഞ്ഞുനാളിൽ പഠിച്ചതും പിന്നെ മറവിയിൽ ആണ്ടുപോയതുമായ കുഞ്ഞു തെറി നക്കെ തേടി വരും. ചിരി 80 വയസ്സായതറിയാം, ഇനി നമ്മൾ പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. എല്ലാം കാണുക, ചിരിക്കുക, പോയി കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90 വയസ്സായ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇതനുസരിച്ച് പാട്ടും മാറും. 10 വയസ്സ് വരെ പിഞ്ചു ഹൃദയം ദേവാലയം. 20 ആയാലോ അനുരാഗവിലോചിതരായി. ഒരു 80 കഴിഞ്ഞാലോ സമയമാം രഥത്തിൽ ഞാൻ. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്. ഓടി പോകുന്നു. പക്ഷെ ഒരു ഉറപ്പന്ന, ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. എല്ലാ മാറ്റങ്ങളുടെയും നടുവിൽ ഈ ഒറ്റ വിശ്വാസം, ഒരു വിശ്വാസം. ദൈവം കാണുന്നുണ്ട്, ഒരു വിശ്വാസം. ദൈവം കേൾക്കുന്നുണ്ട്, ഒരു വിശ്വാസം. ദൈവം അറിയുന്നുണ്ട്, ഒരു വിശ്വാസം. ദൈവം ഇറങ്ങി വരും, ഒരു വിശ്വാസം. ഇതാണ് നമ്മളെയൊക്കെ കൈപിടിച്ച് നടത്തുക.
ആ ഒറ്റ വിശ്വാസമാണ്. സിമിത്തേരിക്ക് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ദൈവത്തോടുകൂടി കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒരു കൂട്ടായ്മ. ഈ വിശ്വാസമല്ലേ നമ്മളെ കൈപിടിച്ച് നടത്തുക. എന്ത് കണ്ണുനീരും കഷ്ടപ്പാടും വന്നാലും ചില അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛ ആരൊക്കെ പറഞ്ഞാലും കെട്ടിയവൻ കണ്ടില്ലേലും മക്കൾ കണ്ടില്ലേലും മരുമകൾ കണ്ടില്ലേലും കൊച്ചുമകൾ കണ്ടില്ലേലും നാത്തൂൻ ഗോത്രങ്ങൾ കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്നാ കാണുന്നതെന്ന് അറിയത്തില്ല, കാണുന്നുണ്ടല്ലോ. ഇതാണ് വിശ്വാസം. നമുക്കൊക്കെ ഉറപ്പതല്ലേ. ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ ദൈവം അതും കാണും. മത്തായി 10:42. ഈ ഭൂമിയിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതിന് പ്രതിഫലമുണ്ട്. ഇതാണ് വിശ്വാസം. 50 രൂപ സ്തോത്രക്കാഴ്ചയിടാൻ കഴിവുള്ളയാൾ 10 രൂപയിൽ ഒതുക്കുമ്പം ദൈവം അത് കാണും. 10 ഇടാൻ കഴിവുള്ളവൻ 100 ഇടുമ്പം ദൈവം അതും കാണും. ഞായറാഴ്ച പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് അമ്മയും 7 വയസ്സുള്ള മോനും കൂടെ പോകുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉണക്കപ്പള്ളിയാ, പ്രാർത്ഥനയ്ക്ക് പവറില്ല, ഓർഗന് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, എല്ലായിടത്തും പൊടി. ഉടനെ മകൻ്റെ മറുപടി, എൻ്റെ അമ്മേ 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായില്ല. അപ്പം കാണുന്നവനാണ്. മക്കൾ തമ്പുരാനും കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ആടിനെ തിരിക. അങ്ങനെ ആടിനെ തിരി നടക്കുമ്പോൾ ഒരു മുട്ടാടിനെ കാണാതെ പോയി. ഇയാൾ തപ്പി അവിടെ എല്ലാം തപ്പിയിട്ടും കണ്ടില്ല. അവസാനം ഒരു മരത്തിന് മുകളിൽ കയറിയിട്ട് നോക്കി, അതിലെങ്ങാനും ആട് പോകുന്നുണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിൻ്റെ മൂട്ടി വന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണി നോക്കിക്കൊണ്ട് പറയുക, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തേരുന്ന ചേട്ടൻ, പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. ദൈവം കാണുന്നവനാണ്. ഒരു വിശ്വാസം നമുക്കുണ്ട്. ദൈവം കാണുന്നവനാണ്, ദൈവം കേൾക്കുന്നവനാണ്, ദൈവം അറിയുന്നവനാണ്, ദൈവം ഇറങ്ങി വരുന്നവനാണ്. ഈ വിശ്വാസമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിൽ യഹോവയായ ദൈവം ജനനേതാവായ മോശയ്ക്ക് കൊടുത്തത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ആദ്യ സൂചനകൾ നമ്മൾ കണ്ടെത്തുക. ഈ ജീവിതം മുഴുവൻ വിശ്വാസമാണ്. എല്ലാവർക്കും ഒരു വിശ്വാസം. കുത്തിവെക്കാൻ വരുന്ന നേഴ്സിനെ വിശ്വസിക്കണം. എന്നാ ധൈര്യത്തിലാണ് കിടന്നു കൊടുക്കുക. അവൾ ഗ്ലൂക്കോസിൻ്റെ കുപ്പിയും കൊളുത്തും കുടലും സൂചിയായിട്ട് വരുന്നു. ഒരു നിമിഷം അവളെങ്ങാനും അബ്നോർമലായി മാറി കുപ്പിയെങ്ങാനും എൻ്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റിയല്ലോ, ചെയ്യല വിശ്വാസം. ഡോക്ടറെ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് എന്താ, ഡോക്ടറെ എന്നെ കുത്തിവെച്ച് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂ. എന്നാ ധൈര്യത്തിലാണ് ബോധം കെടുന്നത്. ബോധം കെട്ട് കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എൻ്റെ മർമ്മപ്രധാനമായ വല്ല അവയവങ്ങളും ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ, ചെയ്യല വിശ്വാസം. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നട്ടല്ലേ കുത്തിവെച്ച് മയക്കിയിട്ട് ഓപ്പറേഷൻ. രോഗി ചോദിച്ചു, ബോധം കെടുന്ന ഇഞ്ചക്ഷൻ എത്ര രൂപയാ? ഡോക്ടർ പറഞ്ഞു, ഇവിടെ ആ ഇഞ്ചക്ഷന് 850 രൂപ. രോഗി പറഞ്ഞു, പൊന്നു ഡോക്ടറെ, 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെടുത്താനായിട്ട് 850 രൂപ മേടിക്കുന്നത് എന്തോരം ന്യായമാണ്. കാലാവസ്ഥയെ വിശ്വസിക്കും, മഴ കിട്ടും. കുടുംബം ഒരു വിശ്വാസം. അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക, മുതുപിശാചെ, നിന്റെ അടിവേര് നോക്കി ഞാൻ ചവിട്ട് വെച്ച് തരും. ഭാര്യ, ആഹാ, താൻ എനിക്കിട്ട് ചവിട്ടിയാൽ ഞാൻ രാത്രി കഞ്ഞിക്കകത്ത് പുരടാൻ കലക്കി തരും.